ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് കുക്കർ എടുത്ത് അതിലോട്ടെല്ലാം വാരി വലിച്ച് അങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ അത് വിസിലടുപ്പിച്ച് അങ്ങനെ സാമ്പാറായി മാറിക്കിട്ടേ. അങ്ങനെ ഞാനത് ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടിയിലോട്ട് നമുക്ക് ദോശനെ അങ്ങ് ഒഴിച്ചു കൊടുത്തു. അങ്ങനെ അത് ചുട്ടെടുക്കുന്ന നേരത്താണ് എന്താ ലഞ്ച് ബോക്സിൽ ചെയ്യാമെന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ കണ്ണിൽ കണ്ട് മുട്ടയാണ് കേട്ടോ. മുട്ടനെ അങ്ങ് എടുത്ത് ഞാനങ്ങ് ചട്ടിയിലോട്ട് ദോശക്കല്ലിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തു. അതിനായിട്ട് എല്ലാ മസാലയും അങ്ങോട്ട് വാരി വലിച്ചങ്ങ് ഇട്ട് കൊടുത്തു. അങ്ങ് തിരിച്ചും മറിച്ചും അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ മസാല. അങ്ങനെ ഈ മസാലകളുടെ ഐഡിയ എന്താണെന്ന് വിചാരിച്ചാൽ അത് ഒരു ഉച്ചയുടെ ടൈമിൽ തുറക്കുമ്പോൾ ഒരു പച്ചമണം ഉണ്ടാവും, അതില്ലാതിരിക്കാനാണ് കേട്ടോ മസാലകൾ. അങ്ങനെ ഞാനിത് മോൾക്ക് കൊടുത്തു കേട്ടോ. ദോശയും തേങ്ങാ ചട്നിയും സാമ്പാറും ഒഴിച്ചും കണ്ട് അവൾക്ക് ഒരു പിടിക്കാൻ കൊടുത്തു. അങ്ങനെ ഞാൻ ലഞ്ച് ബോക്സ് എടുത്തോട്ട് നല്ല ചൂടിലെ ചോറ് അങ്ങോട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മേലെ ഉരുളക്കിഴങ്ങ് പൊരിച്ചതുണ്ടായിരുന്നു, അതും കൂടി വെച്ച് കൊടുത്തു. പിന്നെ നമ്മളെ മുട്ട, മസാല മുട്ട കേട്ടോ. മസാല മുട്ട എന്ന് പറഞ്ഞാൽ കാണാൻ സൗന്ദര്യമില്ലെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉച്ചയുടെ ടൈമിൽ. അങ്ങനെ അത് വെച്ച് കൊടുത്തു. അല്ലെങ്കിൽ ടിഫിൻ ബോക്സ് തുറക്കുമ്പോൾ ഒരു പച്ചമണമായിരിക്കും, അതുണ്ടാവില്ല കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് പറയണ്ടല്ലോ, നമ്മൾ അച്ചാർ ഫേവറേറ്റ് ആണ് കേട്ടോ. എന്ത് രീതിക്കും അച്ചാറും വെച്ച് കൊടുത്തു. അങ്ങനെ കുറച്ച് സാമ്പാർ എടുത്തു. അപ്പോൾ എങ്ങനെ ലഞ്ച് സെറ്റ് ആയതിൻ്റെ പൊന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.